Okay, next topic. Dielectric constants. Dielectric constant or relative permittivity. Dielectric constant or relative permittivity. Or relative permittivity. Okay. Denote ചെയ്യാൻ ഒന്നുകിൽ K എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും. K or അല്ലെങ്കിൽ അപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇപ്പം നമ്മൾ ലാസ്റ്റ് കുളംസ് ലോ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ 2 പോയിൻ്റ് ചാർജ് വിചാരിക്കുക. Q1 Q2 എന്നിങ്ങനെയുള്ള 2 പോയിൻ്റ് ചാർജുകൾ. ഡിസ്റ്റൻസ് R. ഇവരുള്ളത് ഫ്രീ സ്പേസിലാണ്, വാക്വത്തിലാണ്, ഫ്രീ സ്പേസിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ 2 ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓക്കെ. ഫോഴ്സ് ഞാൻ എഫ് വാക്വം എന്ന് വിളിക്കുന്നത്. എഫ് വാക്വത്തിലുള്ള ഫോഴ്സ് എഫ് വാക്വം എന്തായിരിക്കും? 1/4π അപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. 1/4π അപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇതിൽ അപ്സിലോൺ 0ൻ്റെ പേരെന്തായിരുന്നു? അപ്സിലോൺ 0ൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ. ഇത് നമ്മൾ ഇതേ രണ്ട് ചാർജുകളാണ് Q1 Q2 എന്നിങ്ങനെയുള്ള 2 ചാർജുകളാണ് പോയിൻ്റ് ചാർജസിനാ ഇതേ ഡിസ്റ്റൻസിൽ നമ്മളൊരു മീഡിയത്തിൽ വെച്ചു. അപ്പോൾ വേറെ ഏതോ ഒരു മീഡിയമാണ്. അപ്പോൾ മീഡിയത്തിൽ വെക്കുമ്പോൾ നമ്മൾ പഠിച്ചു ഇവർ തമ്മിലുള്ള ഫോഴ്സ് ചേഞ്ച് ചെയ്യും അല്ലേ. ഫോഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫോഴ്സിനെ ഞാൻ എഫ് മീഡിയം എന്ന് വിളിച്ചു. മീഡിയത്തിലുള്ള ഫോഴ്സ് എഫ് മീഡിയം എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൽ എഫ് മീഡിയം എന്തായിരിക്കും? എഫ് മീഡിയം എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ 1/4π. ഇനി നമ്മൾ അപ്സിലോൺ 0 എന്ന് എഴുതരുത്, അപ്സിലോൺ എന്ന് എഴുതണം. അങ്ങനെയല്ലേ പറഞ്ഞത് അല്ലേ? അപ്സിലോണിൻ്റെ പേരെന്തായിരുന്നു? അപ്സിലോണിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഇവിടെയുള്ള മീഡിയം ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ അപ്സിലോണിൻ്റെ പേരെന്താണ്? അപ്സിലോണിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ. ഓക്കെ. അപ്പോൾ Q1 Q2 ബൈ ആർ സ്ക്വയർ ഇങ്ങനെ കിട്ടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇക്വേഷൻ തമ്മിൽ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. എഫ് വാക്വം ബൈ എഫ് മീഡിയം. ഈ 2 ഇക്വേഷൻ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ടേം തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസലായി. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസലായി. 4π എല്ലാം ക്യാൻസലായി. ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടാവുക ഇവിടെയുള്ളത് 1/ε0. ഇത് നോട്ട് അപ്സിലോൺ 0, 1/ε0. അപ്പോൾ 1/ε0 ഡിവൈഡഡ് ബൈ ഇത് 1/ε. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ. 2 ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫ് വാക്വം ബൈ എഫ് മീഡിയം എന്തായി മാറും? എഫ് വാക്വം ബൈ എഫ് മീഡിയം എന്ന് പറയുന്നത് ε/ε0 കിട്ടും. ε/ε0. ഓക്കെ. ഇതിനെയാണ് നമ്മൾ അപ്സിലോൺ ആർ എന്ന് വിളിക്കുന്നത്. അപ്സിലോൺ ആർ അതിൻ്റെ പേരാണ് അപ്സിലോൺ ആർ. ഇതിൻ്റെ പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പം റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. ഒരു മീഡിയത്തിൻ്റെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എല്ലാം പറയുന്നില്ല, അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന അപ്സിലോണിൻ്റെ പേരെന്നാ? അപ്സിലോണിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്സിലോൺ 0ൻ്റെ പേരെന്നാ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയവും പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം. ഇത് വെച്ച് നമ്മളിപ്പം പറഞ്ഞു റേഷ്യോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അല്ലേ? എങ്ങനെ പറയാം? 2 ചാർജുകളാണ്, 2 പോയിൻ്റ് ചാർജുകളാണ്. ഫ്രീ സ്പേസിൽ വെച്ചാലുള്ള ഫോഴ്സ്, വാക്വത്തിൽ വെച്ചാലുള്ള ഫോഴ്സും അതേ 2 ചാർജുകളാണ് മീഡിയത്തിൽ
മീഡിയത്തിൽ അതേ ഡിസ്റ്റൻസിൽ, ആദ്യത്തെ അതേ ഡിസ്റ്റൻസിൽ ഓക്കെ വെച്ചാലുള്ള ഫോഴ്സിൻ്റെയും റേഷ്യോ. ഇപ്പോൾ 2 പോയിൻ്റ് ചാർജുകൾ വാക്വത്തിൽ വെച്ചാലുള്ള ഫോഴ്സും അതേ ചാർജുകൾ അതേ ഡിസ്റ്റൻസിൽ മീഡിയത്തിൽ വെച്ചാലുള്ള ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ തന്നെയാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഒന്നുകിൽ എപ്സിലോൺ ആർ അല്ലെങ്കിൽ കെ. ഓക്കെ, ഇനി ഇതിൽ ഇതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതും ഫോഴ്സാണ്, ഇതും ഫോഴ്സാണ്. അപ്പോൾ ന്യൂട്ടൺ. അപ്പോൾ 2 ക്യാൻസൽ ആവും അല്ലേ? അപ്പോൾ ഇനി യൂണിറ്റ് ഇല്ല. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഹാസ് നോ യൂണിറ്റ്. ഇതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം ഈ ഇക്വേഷൻ ഇങ്ങനെയല്ലേ ഉള്ളത്. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്സിലോൺ ഈക്വൽ എന്താവും? അപ്സിലോൺ ഈക്വൽ ടു അപ്സിലോൺ 0 അപ്സിലോൺ ആർ അല്ലേ? ഇക്വേഷനാണ് ഇതാണ് അപ്സിലോണിൻ്റെ പേരെന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അങ്ങനെയാണ് മീഡിയത്തിലുള്ള ഈ ഇക്വേഷൻ എന്താവും? ഈ ഇക്വേഷൻ എന്തായി മാറും? എഫ് മീഡിയം ഈക്വൽ ടു 1/4π അപ്സിലോണിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്സിലോണിൻ്റെ സ്ഥാനത്ത് അപ്സിലോൺ 0 അപ്സിലോൺ ആർ. ഈ അപ്സിലോണിന് പകരം ഇത് കൊടുത്തു. പിന്നെ Q1 Q2/r² കിട്ടി. ഇതാണ് മീഡിയത്തിലുള്ള ഫോഴ്സ് അല്ലേ? അപ്പോൾ വാക്വത്തിലാകുമ്പോൾ വാക്വത്തിൽ ഫോഴ്സ് എത്രയാണ്? വാക്വത്തിൽ 1/4π. ഇതാ വാക്വത്തിലുള്ള ഫോഴ്സ് 1/4π അപ്സിലോൺ 0 Q1 Q2/r². ഓക്കെ, മീഡിയത്തിൽ വെക്കുമ്പോൾ അപ്സിലോൺ 0ൻ്റെ സ്ഥാനത്ത് അപ്സിലോൺ ആയി. പക്ഷേ അപ്സിലോൺ എന്ന് പറഞ്ഞാൽ അപ്സിലോൺ 0 അപ്സിലോൺ ആർ. അപ്പോൾ മീഡിയത്തിൽ വെക്കുമ്പോൾ അപ്സിലോൺ 0 അപ്സിലോൺ ആർ. വാക്വത്തിൽ വെക്കുമ്പോൾ അപ്സിലോൺ 0 മാത്രം. ഓക്കെ, റെഡി. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി ഇതിൽ ചില മീഡിയത്തിൻ്റെ ഞാൻ പറഞ്ഞു ഈ മീഡിയം മാറുമ്പോഴാണ്, മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സ് ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ വാക്വത്തിൻ്റെ അല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ മീഡിയം എഴുതുന്നു. മീഡിയം അതിൻ്റെ കെ എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കെ അല്ലെങ്കിൽ അപ്സിലോൺ ആർ, രണ്ടിലേതെങ്കിലും ഒന്ന്, കെ ഓർ അപ്സിലോൺ ആർ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. മീഡിയം ഞാൻ മീഡിയം വാക്വം എന്ന് വെച്ചോ. വാക്വത്തിൻ്റെ കേസിൽ ഇത് 1 ആണ്. അപ്സിലോൺ ആർ 1 ആണ്. വാക്വത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. അപ്പോൾ ഇത് 1 ആണ്. അപ്സിലോൺ ആർ 1 ആണ്. ഇത് 1 ആയതുകൊണ്ടാണ് 1/4π അപ്സിലോൺ 0 Q1 Q2/r² വരുന്നത്. ഇനി എയറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 1.00546 ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 1.00546 ആണ്. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ഇത് അപ്രോക്സിമേറ്റ്ലി 1 തന്നെയാണ്. അപ്പോൾ എയറിൻ്റെ കേസിലും വാക്വത്തിൻ്റെ കേസിലും എയറിൻ്റെ കേസിലും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 1 തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് 2 കേസിലും ഇത് ഒരുപോലെയാണെന്ന് പറഞ്ഞ അർത്ഥം വാക്വത്തിൽ വെക്കുന്നതിന് തുല്യമാണ് എയറിൽ വെക്കുക. അപ്പോൾ ഈ ചാർജുകളാ ഫ്രീ സ്പേസിൽ വെച്ചാലും എയറിൽ വെച്ചാലും ഒരുപോലെയാണ്. എയറിൽ വെച്ചാലും ഒരുപോലെയാണ്. കാരണം 2 കേസിലും അപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 ആണ്. ഇത് 1 ആണ്. ഈ സംഭവം 1 ആണ്. അപ്പോൾ ഇത് 1 ആയതുകൊണ്ടെന്നാ വരിക? 1/4π അപ്സിലോൺ 0 Q1 Q2/r² വരും. ഇൻ ദ കേസ് ഓഫ് വാക്വം ഓർ എയർ, പോയിന്റ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് അങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി വാട്ടറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ വാല്യൂ ആണ്. ഇതിൻ്റെ വാല്യൂ 80 ആണ്. അപ്പോൾ അപ്സിലോൺ ആറിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെയല്ല ഇക്വേഷൻ 1/4π അപ്സിലോൺ 0 അപ്സിലോൺ ആർ അല്ലേ? Q1 Q2/r² ആണ് അല്ലേ? അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ ഇത് 80 ആണ്. 80. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് 80 വരും. അപ്സിലോൺ ആറിൻ്റെ സ്ഥാനത്ത് അപ്സിലോൺ ആർ കൊടുക്കുക അല്ലെങ്കിൽ കെ കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ സ്ഥാനത്ത് 80 വരും. അപ്പോൾ ഇവിടെ 1/4π 80 അപ്സിലോൺ 0. 80. അപ്പോൾ വാക്വം ആണെങ്കിൽ വെറും അപ്സിലോൺ 0 എന്ന് മാത്രമേ അവിടെ ഉണ്ടാവും. പക്ഷേ വാട്ടർ ആകുമ്പോൾ ഇത് 80 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് 80 വരും. അപ്പോൾ ഇവിടെ 80
80 അപ്സിലോൺ 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് ഒരു 80 വരുന്നത്. ഡിനോമിനേറ്ററിൽ ഇതിൻ്റെ സ്ഥാനത്ത് ഒരു 80 അപ്സിലോൺ 0, 80 അവിടെ വരുന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഫോഴ്സ് കുറയുക ചെയ്യുക. അപ്പോൾ വാക്വത്തിലുള്ളതിനേക്കാളും എത്രയോ ഫോഴ്സ് കുറവ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/80 ആവും, 80 ആവും എവിടെ? വാട്ടറിൽ. ഓക്കെ. ഇനി മെറ്റൽസിൻ്റെ കേസിൽ ഇത് ഇൻഫിനിറ്റിയാണ്. കെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അപ്സിലോൺ ആർ, അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. ഓക്കെ, റെഡി. നെക്സ്റ്റ് നമ്മൾ 2 പോയിൻ്റ് ചാർജസിനെ നമ്മളിവിടെ ഒരു മീഡിയത്തിൽ വെച്ചു. ഈ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ എന്ത് പറയും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അതിന് അപ്സിലോൺ ആർ അല്ലെ കെ, അപ്സിലോൺ ആർ കൊടുക്കുക അല്ലെങ്കിൽ കെ കൊടുക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ഫോഴ്സ് നമ്മൾ എത്രയാണ് പഠിച്ചത്? ഇവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് മീഡിയത്തിലാണുള്ളത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4π മീഡിയത്തിലാകുമ്പോൾ എന്നാ പറഞ്ഞാൽ, മീഡിയത്തിലാകുമ്പോൾ 1/4π അപ്സിലോൺ Q1 Q2/r² എന്നാണ് പറഞ്ഞത്. 1/4π അപ്സിലോൺ Q1 Q2/r². ഇനി നമ്മൾ പറഞ്ഞ അപ്സിലോണിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? തന്നെ തൊട്ട് മുന്നേ പറഞ്ഞു വെച്ച പോയിൻ്റാണ് അപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അതിൻ്റെ സ്ഥാനത്ത് അപ്സിലോൺ 0 അപ്സിലോൺ ആർ എഴുതി. ഇനി അപ്സിലോൺ ആർ എന്ന് പറയുന്ന സംഭവം തന്നെയാണ് അപ്സിലോൺ 0 അപ്സിലോൺ ആർ തന്നെയാണ് കെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലേ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ, ഈ 2 പോയിൻ്റ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ആയത്. അപ്പോൾ ഫോഴ്സ് നമുക്കറിയാം, വാക്വം ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇക്വേഷൻ ഇല്ല, കെ ഉണ്ടാവില്ല. കെൻ്റെ വാല്യൂ 1 ആണ് വാക്വത്തിന്, അല്ലേ? കെൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ വാക്വം ആണെങ്കിൽ ഇങ്ങനെയല്ലേ ഇക്വേഷൻ പറഞ്ഞത്. മീഡിയം ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു എക്സ്ട്രാ കെ വന്നു. ഡിനോമിനേറ്ററിലാണ് വന്നത്. ഡിനോമിനേറ്ററിൽ വന്നതിൻ്റെ അർത്ഥം ഫോഴ്സിൻ്റെ വാല്യൂ എന്താവുന്ന കുറയുന്നതാണ്. ഫോഴ്സിൻ്റെ വാല്യൂ അപ്പോൾ മീഡിയത്തിലേക്ക് വരുന്തോറും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്ടറിൻ്റെ കേസിൽ ഇവിടെ 80 വരിക. അപ്പോൾ ബൈ 80 ആവും. ബൈ 80 ആയിട്ട് കുറയും ഫോഴ്സ്, അല്ലേ? ബാക്കത്തിലുള്ളതിനേക്കാളും. അപ്പോൾ അങ്ങനെ മീഡിയം വരുന്തോറും അതിൻ്റെ അർത്ഥം ഫോഴ്സ് ഡിക്രീസ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അപ്പം ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക എവിടെയാണ്? ചാർജുകളെ എവിടെ വെക്കണം? ബാക്കത്തിൽ വെക്കണം, അല്ലേ? ബാക്കത്തിൽ വെക്കുമ്പോൾ ആയിരിക്കും മീഡിയത്തിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക. അതേ ഡിസ്റ്റൻസിൽ രണ്ടിടത്തും ഒരുപോലെ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ വാക്വത്തിൽ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വാക്വത്തിൽ ഓർ എയറിൽ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക. മീഡിയം വരുന്തോറും ഫോഴ്സ് കുറയാണ്. അപ്പോൾ ഈ 2 ചാർജുകളാണ് മീഡിയത്തിൽ ആണുള്ളത്. മീഡിയത്തിലാകുമ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതിയേ. ഇനി ഇതേ രണ്ട് ചാർജുകളാണ് ഞാൻ വാക്വത്തിൽ വെച്ചു. ഇതേ ഡിസ്റ്റൻസിൽ വാക്വത്തിൽ വെച്ചു എന്ന് വിചാരിക്കും. ഓക്കെ. അപ്പോൾ ഇതേ ഡിസ്റ്റൻസിലാണ് വെച്ചത്. ഇതേ ഡിസ്റ്റൻസിൽ വാക്വത്തിൽ വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഫോഴ്സ് കൂടുക, അല്ലേ? അപ്പോൾ വാക്വത്തിൽ വെക്കുമ്പോൾ ഈ കെ വേണ്ട. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4π അപ്സിലോൺ 0 Q1 Q2/r² ആയി. കാരണം കെൻ്റെ വാല്യൂ വാക്വത്തിൻ്റെ കേസിൽ 1 ആണ്. അപ്പോൾ അത് ഇങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വാക്വത്തിൽ വെക്കുന്ന സമയത്ത് ഫോഴ്സ് എന്താകുക ചെയ്തത്? ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവർ തമ്മിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുക. വാക്വത്തിൽ വെക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് കുറവാണ്. ഈ ഫോഴ്സ് ഇവിടെയുള്ള ഫോഴ്സിനേക്കാൾ, ഈ കേസിലുള്ള ഫോഴ്സിനേക്കാൾ കുറവാണത്, അല്ലേ? അപ്പോൾ ഈ കേസിലുള്ള ഫോഴ്സിനെ കുറച്ചിട്ട് ആ ഫോഴ്സ് ആക്കണം എന്ന് വിചാരിച്ചു. വാക്വത്തിൽ വെക്കുമ്പം കാര്യം മനസ്സിലാക്കാം. വാക്വത്തിൽ വെക്കുമ്പോൾ അതിനേക്കാൾ ഫോഴ്സ് കൂടി. ഈ കേസിലാണ് ഫോഴ്സ് അതിനേക്കാൾ കൂടുതൽ. ഈ കേസിലാണ് ഫോഴ്സ് കൂടുതൽ. ഈ കേസിലാണ്. പക്ഷേ ഈ ഫോഴ്സിനെ കുറച്ചിട്ട് ആ ഫോഴ്സ് ആക്കണം. അതിനുവേണ്ടി നമുക്കറിയാം ഡിസ്റ്റൻസ് കൂട്ടിയാൽ പോരെ. അപ്പോൾ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടി വെക്കുക. Q2 ഡിസ്റ്റൻസ് ഒരു r' അങ്ങനെ ആയി വെച്ചോ. ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? അപ്പോൾ നമുക്കറിയാം മീഡിയത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം. മീഡിയത്തിൽ നിന്ന് എടുത്തിട്ട് വാക്വത്തിൽ വെക്കുമ്പം ഫോഴ്സ് കൂടും. അപ്പോൾ ഫോഴ്സ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഫോഴ്സ് കൂടിയാണ്, അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഈ ഫോഴ്സിനെ ഞാൻ കുറക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് കൂട്ടി. എന്നിട്ട് ഈ ഫോഴ്സിനെ കുറച്ചിട്ട് ആ ഫോഴ്സാക്കി മാറ്റി, കുറച്ചിട്ട് അതിന് ഈക്വലാക്കി മാറ്റി.
അതിന് വേണ്ടി അങ്ങനെ ആക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ കേസിലുള്ള ഫോഴ്സ് പറയൂ. എഫ് ഡാഷിന് എടുത്തോ. ഫോഴ്സ് 1/4π. ഇപ്പോൾ വാക്വത്തിലാണുള്ളത്. വാക്വത്തിലായതുകൊണ്ട് അപ്സിലോൺ 0 എന്ന് മതി. വാക്വത്തിലായതുകൊണ്ട് അപ്സിലോൺ 0 എന്ന് മതി. ഈ കെൻ്റെ ആവശ്യമില്ല. Q1 Q2 ബൈ, പക്ഷേ ഇപ്പോൾ ഡിസ്റ്റൻസ് ആർ ഡാഷ് ആണ്. ആർ ഡാഷ് സ്ക്വയർ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ട്, ആ ഡിസ്റ്റൻസിനേക്കാളും ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ട് ഫോഴ്സ് കുറച്ചു, എന്നിട്ട് ആ ഫോഴ്സിന് ഈക്വൽ ആക്കി. അത്രയാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ അല്ലേ, രണ്ട് ഫോഴ്സുകൾ ഈക്വൽ. അപ്പോൾ എഫ് ഈക്വൽ ടു എഫ് ഡാഷാണ്, രണ്ട് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എന്താവും? ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1/4π അപ്സിലോൺ 0k Q1 Q2 ബൈ ആർ സ്ക്വയർ ഈക്വൽ എഫ് ഡാഷ്. എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ഇത് 1/4π അപ്സിലോൺ 0 Q1 Q2 ബൈ ആർ ഡാഷ് സ്ക്വയർ. ഇപ്പോൾ 1/4π അപ്സിലോൺ 0 ക്യാൻസൽ, Q1 Q2 ക്യാൻസൽ. അപ്പോൾ ഇവിടെ ആർ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു കെ ആർ സ്ക്വയർ വരും. അതേ ഉള്ളൂ ബാക്കി. ആർ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു കെ ആർ സ്ക്വയർ. അപ്പോൾ ആർ ഡാഷ് എന്താവും? റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് കെ ആർ എന്ന് വരും. ആർ ഡാഷ് ഈക്വൽ റൂട്ട് കെ ആർ എന്ന് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ആർ ഡാഷ്, ഡിസ്റ്റൻസ് എന്താക്കിയാൽ റൂട്ട് കെ ആർ എന്നാക്കിയാൽ, കെൻ്റെ പേര് എന്തായിരുന്നു? കെൻ്റെ പേര് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് റൂട്ട് കെ ആർ. അപ്പോൾ ഈ ആറ് മാറ്റിയിട്ട്, ഈ ആർ എന്നുള്ള ഡിസ്റ്റൻസ് മാറ്റിയിട്ട് റൂട്ട് കെ ആർ ആക്കുക. ഡിസ്റ്റൻസ് റൂട്ട് കെ ആർ ആക്കുക, റൂട്ട് കെ ടൈംസ് ആക്കുക. ഈ ആറിൻ്റെ റൂട്ട് കെ ടൈംസ് ആക്കുക. എന്നിട്ട് വാക്വത്തിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കേസിലുണ്ടാവുന്ന ഫോഴ്സും ആ കേസിലുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ആകണമെങ്കിൽ വാക്വത്തിൽ നിന്ന് എടുത്തിട്ട്, മീഡിയത്തിൽ നിന്ന് എടുത്തിട്ട് വാക്വത്തിൽ വെക്കുമ്പോൾ, മീഡിയത്തിൽ നിന്ന് വാക്വത്തിലേക്ക് വെക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് എത്രയായാലും വെക്കണം? റൂട്ട് കെ ആർ. അത് ആറാണെങ്കിൽ ഇത് റൂട്ട് കെ ആറിൽ വെക്കണം. അങ്ങനെ വെച്ചാൽ ഈ രണ്ട് കേസിലും ഫോഴ്സ് എന്താവും? ഈക്വൽ ആവും. ഫോഴ്സ് ഈക്വൽ ആവും. ഓക്കെ, നെക്സ്റ്റ് രണ്ട് പോയിൻ്റ് ചാർജുകളാണ്. നമ്മൾ ഇതിനിടയിൽ ഈ ഫുൾ സ്പേസിലും ഇവിടെ ഫുള്ളൊരു മീഡിയ എന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ടൊരു മീഡിയയാണ്. ഈ ചാർജ് ഉള്ളത് ഫുള്ള് ഒരു യൂണിഫോം മീഡിയത്തിലാണെന്ന് വിചാരിക്കും, ഫുള്ളായിട്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻഡിക്കേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇൻഡിക്കേഷൻ 1/4π അപ്സിലോൺ 0 മീഡിയത്തിലാകുമ്പോൾ അപ്സിലോൺ 0 എന്ന് പോരാ, അതിൻ്റെ കൂടെ ഒരു കെ വേണം. കെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ്. മീഡിയത്തിലാകുമ്പോൾ ഇങ്ങനെയല്ലേ ഫോഴ്സ് പറഞ്ഞാൽ. ഇങ്ങനെ നിങ്ങൾ ഇക്വേഷൻ എഴുതണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇങ്ങനെ എഴുതണമെങ്കിൽ ഇവിടെ ഫുൾ സ്പേസിലും മീഡിയം ഉണ്ടായിരിക്കണം. ചാർജ് ഫുള്ളായിട്ട് ഈ യൂണിഫോം മീഡിയത്തിലായിരിക്കണം. ഇങ്ങനെ എഴുതണമെങ്കിൽ അതിന് പകരം ഈ ഫുൾ സ്പേസിൽ മീഡിയം വെക്കുന്നതിന് പകരം ഓക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ ചെറിയൊരു സ്പേസിൽ നിങ്ങളൊരു മീഡിയം വിചാരിക്കും. ഇവിടെ മാത്രം മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ. ഓരോ മീഡിയത്തിനും ഓരോ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. മീഡിയം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കെൻ്റെ വാല്യൂ മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ടി ആണെന്ന് വിചാരിച്ചു. ഈ മീഡിയത്തിൻ്റെ തിക്നെസ് ടി. ടോട്ടൽ ഡിസ്റ്റൻസ് ആറ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഫുൾ സ്പേസിൽ ഇപ്പം മീഡിയം ഇല്ല. ചെറിയൊരു ടി തിക്നെസ്സിലാണ് മീഡിയം ഉള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ മീഡിയം ഉള്ളൂ. അപ്പോൾ ഇത് ആറാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് ടി ആണെങ്കിൽ ബാക്കി ഇത് R - T വരും. വരും. ഇവിടെ ഈ സ്ഥലത്ത് ഫ്രീ സ്പേസ് ആണെന്ന് വിചാരിക്കും. ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ. ഫ്രീ സ്പേസ് ഓർ എയർ. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് മീഡിയം ഉണ്ട്, പിന്നെ ഫ്രീ സ്പേസുമാണ്. ആ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ്, ഇക്വേഷൻ ഇങ്ങനെയാണ്. 1/4π അപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് R - T അല്ലേ, R - T പ്ലസ് ഇവിടെ R - T പ്ലസ് റൂട്ട് കെ
റൂട്ട് കെ ടി തിക്നെസ്, ടിക്ക് റൂട്ടില്ലേ, ടി ഔട്ട്സ് ആണ്, ഇതിൻ്റെ ഹോൾ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും ഇപ്പോൾ ഉള്ള ഫോഴ്സ്. ഈ രണ്ട് പോയിന്റ് ചാർജ് തമ്മിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും. എങ്ങനെ? കുറച്ച് സ്പേസസ് ഫ്രീ സ്പേസും പിന്നെ മീഡിയം. ഓക്കെ, Q1 Q2 by r minus t plus root k t whole square. Ready? Next topic, vector form of Coulomb's law. Vector form of Coulomb's law. Coulomb's law ൻ്റെ വെക്റ്റർ ഫോമാണ്, വെക്റ്റർ ഫോം. അപ്പോൾ വെക്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറയുമ്പോൾ ഡയറക്ഷനും കാണിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് ചാർജ് വിചാരിക്കും, Q1 Q2 ഇങ്ങനെയുള്ള രണ്ട് പോയിന്റ് ചാർജ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഇവർ തമ്മിൽ നിലനിൽക്കുന്ന ഫോഴ്സ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണെന്ന് വിചാരിക്കും, ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആരുടെ മുകളിലാണ്? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് Q2ൻ്റെ മുകളിലാണ് അല്ലേ? ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ആണ്. അപ്പോൾ ദിസ് ഈസ് ദ ഫോഴ്സ് ഓൺ Q2 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ Q2. ഇതിന് കാരണക്കാരൻ Q1 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ഓൺ Q2, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ Q2 ബൈ Q1. ഓൺ Q2 അതാണ് ഫസ്റ്റ്, ഓൺ Q2 ബൈ Q1. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലാണെങ്കിലോ? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആരോ Q1ൻ്റെ മുകളിൽ അല്ലേ? ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ആണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ബൈ Q2, ഇപ്പോൾ F12 ആണ്. ഇതിൽ F21 ആയാലും ശരി, F12 ആയാലും ശരി, F21 ആയിക്കോട്ടെ F12 ആയിക്കോട്ടെ, ഫ്രീ സ്പേസിലാണെന്ന് വിചാരിക്കുക. രണ്ട് ചാർജ് ഉള്ളത് ഫ്രീ സ്പേസിലാണെന്ന് വിചാരിക്കും. ഫ്രീ സ്പേസിലാകുമ്പോൾ ഇക്വേഷൻ എന്താണ്? 1/4πε0 അല്ലേ? Q1 Q2 ബൈ r² എന്ന് ഇതും എഴുതാം. 1/4πε0 Q1 Q2 ബൈ r² എന്ന് ഇതും എഴുതാം. F21 ആയാലും ശരി, F12 ആയാലും ശരി, F12 ആയാലും ശരി, രണ്ടായാലും അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾക്ക് ചെയ്താൽ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടൂ. ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ ഇല്ല, ഈ ഇക്വേഷൻ്റെ അകത്ത് ഡയറക്ഷൻ ഇല്ല. അതായത് നമുക്ക് കിട്ടുക, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമുക്ക് കിട്ടൂ. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡേ നമുക്ക് കിട്ടൂ, ഡയറക്ഷൻ ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷനും കൂടി എഴുതണം. ആരുടെ? ഫോഴ്സിൻ്റെ. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും എഴുതണം, ഡയറക്ഷനും എഴുതണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡുമായി ഡയറക്ഷനുമായി, അന്നേരം അത് വെക്റ്റർ ഫോമിലായി. അപ്പോൾ ഓൾറെഡി ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡയറക്ഷനും കൂടി കൊടുത്താൽ അത് വെക്റ്റർ ഫോമിലായി എന്നർത്ഥം. അപ്പോൾ വെക്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ ഉള്ള വഴി എന്താണ്? ഈ ഫോഴ്സിനെ ഞാൻ വെക്റ്റർ ഫോമിൽ എഴുതുന്നു, ഇതിനെ എനിക്ക് വെക്റ്റർ ഫോമിൽ എഴുതണം. ഓക്കെ, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഞാൻ വെക്റ്റർ ഫോമിൽ എഴുതണം. വെക്റ്റർ ഫോമിൽ എഴുതുക എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെക്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് മാഗ്നിറ്റ്യൂഡാണ്, ഈ ഇക്വേഷൻ കാണിക്കുന്നത് മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ ഡയറക്ഷനും കൂടി എഴുതണം. ഡയറക്ഷൻ എഴുതാനുള്ള വഴി എന്താ ഫിസിക്സിൽ? അതിനുവേണ്ടി നിങ്ങൾ യൂണിറ്റ് വെക്റ്റർ പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഇത് മാഗ്നിറ്റ്യൂഡ് അല്ലേ, ഇതിൻ്റെ കൂടെ ഞാനൊരു ഐ ക്യാപ്പ് കൊടുത്തു. സപ്പോസ് വിചാരിക്കുക ഒരു ഐ ക്യാപ്പ് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ് ആക്സിസ് എന്നാണ്. അപ്പോൾ ഇതൊരു യൂണിറ്റ് വെക്റ്ററാണ്. ഈ യൂണിറ്റ് വെക്റ്റർ കാണിക്കുന്നത് ഡയറക്ഷനാണ്. കാരണം യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ? അപ്പോൾ ഇത് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, മാറുന്നില്ല. അപ്പോൾ ആ യൂണിറ്റ് വെക്റ്റർ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ യൂണിറ്റ് വെക്റ്റർ കാണിക്കുന്ന ഡയറക്ഷൻ, ഐ ക്യാപ്പ് കാണിക്കുന്ന ഡയറക്ഷൻ എക്സ് ആക്സിസ് എന്നല്ലേ? എന്ന് വെച്ചാൽ അർത്ഥം ഈ ഫോഴ്സിൻ്റെ, ഇവിടെ ഐ ക്യാപ്പ് കൊടുത്താൽ അർത്ഥം ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഐ ക്യാപ്പ്, ഡയറക്ഷൻ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത് മാഗ്നിറ്റ്യൂഡാണ്,
ഡയറക്ഷൻ ഐ ക്യാപ്പ് നോക്കിയാൽ പറയാം എക്സ് ആക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഫോഴ്സ് നോക്കുക F12, ഈ ഫോഴ്സ് എക്സ് ആക്സ് ആണ്. ഈ ഫോഴ്സ് നോക്കൂ, ഈ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് എക്സ് ആക്സ് ആണ്. നെഗറ്റീവ് എക്സ് ആക്സ് ആണ് മൈനസ് ഐ ക്യാപ്പ് എന്ന് കൊടുക്കുക, മൈനസ് ഐ ക്യാപ്പ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫോഴ്സ് അപ്പോൾ വെക്ടർ ഫോമിലായി, എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡുമായി ഡയറക്ഷനുമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫോഴ്സ് നെഗറ്റീവ് എക്സ് ആക്സിൽ, അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ആക്സിൽ, ഈ ഫോഴ്സ് പോസിറ്റീവ് എക്സ് ആക്സിൽ. പക്ഷെ നമ്മളിവിടെ അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ നമ്മളിവിടെ ഐ ക്യാപ്പ് മൈനസ് ഐ ക്യാപ്പ് എന്നല്ല കൊടുക്കുന്നത്. ഈ ഫോഴ്സ് അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഒരു എന്ത് കൊടുക്കണം, യൂണിറ്റ് വെക്ടർ കൊടുക്കണം. യൂണിറ്റ് വെക്ടർ നോക്ക്, യൂണിറ്റ് വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡയറക്ഷനാണ്, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന അപ്പോൾ യൂണിറ്റ് വെക്ടർ ഇടണമെന്ന് മനസ്സിലായി. നമ്മളിവിടെ കൊടുക്കുന്ന യൂണിറ്റ് വെക്ടർ നോക്കോ, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എവിടത്തേക്കാണ്, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എവിടത്തേക്കാണ്, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്ക്, ഫോഴ്സ് അങ്ങോട്ടേക്കല്ലേ മക്കളെ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കല്ലേ, എന്നാൽ ഡയറക്ഷൻ നോക്ക്, ഏരോ മാർക്ക് നോക്ക്. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ Q1 നിന്ന് Q2ലേക്കല്ലേ, Q1 നിന്ന് Q2ലേക്കാണ്. അപ്പോൾ നിങ്ങൾ R12 ക്യാപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടറാണ് ക്യാപ്പ്. R12 ക്യാപ്പ് കാണിക്കുന്നത് 12 ക്യാപ്പ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ ഇടുന്നത് എന്തിനാണ്? ഫിസിക്സിൽ നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ സംഭവം പഠിക്കുന്നത് തന്നെ അതിനാണ്. യൂണിറ്റ് വെക്ടർ ഇടുന്നത് എന്തിനാണ്? ഡയറക്ഷൻ കാണിക്കാനാണ്. R12 ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് Q1 നിന്ന് Q2ലേക്ക്. അപ്പോൾ Q1 നിന്ന് Q2ലേക്ക്, Q1 നിന്ന് Q2ലേക്കാണ് ഡയറക്ഷൻ എങ്കിൽ ഇത് കൊടുക്കുക, ഈ യൂണിറ്റ് വെക്ടർ കൊടുക്കുക. R21 ക്യാപ്പ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് Q2 നിന്ന് Q1ലേക്കാണെങ്കിൽ ആണ് ഡയറക്ഷൻ എങ്കിൽ ഇത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മക്കൾ നോക്കൂ, ഈ ഫോഴ്സ് നോക്കുക F21ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഉണ്ട്. ഇനി ഡയറക്ഷൻ കാണിക്കണം. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഇവിടെ യൂണിറ്റ് വെക്ടർ എഴുതണം. F21ൻ്റെ അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെ നോക്കുക, F21 എങ്ങോട്ടാണ്? F21 എന്ന് പറയുമ്പോൾ ഇതാ ഇവർ അട്രാക്റ്റീവ് ഫോഴ്സാണ് നിലനിൽക്കുന്നതല്ലേ നമ്മൾ അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? Q2 എന്താ ഏരോ മാർക്ക് നോക്കുക, അട്രാക്ഷനാണ്. അപ്പോൾ Q2 നിന്ന് Q1ലേക്കാണ്, ഈ ഫോഴ്സ് F21 എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ നോക്കൂ, ഈ ഫോഴ്സ് Q2 നിന്ന് Q1ലേക്കാണ്. അപ്പോൾ Q2 നിന്ന് Q1ലേക്കാണെങ്കിൽ R21 ക്യാപ്പ്, Q2 നിന്ന് Q1ലേക്കാണെങ്കിൽ ഇതാണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ എത്രയാണ്? R21 ക്യാപ്പ്. അപ്പോൾ ഇത് കാണിക്കുന്നത് R21 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഡയറക്ഷൻ ഈസ് ഫ്രം Q2 to Q1. അതിൻ്റെ അർത്ഥം Q2 നിന്ന് Q1ലേക്കാണ് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ Q2 നിന്ന് Q1ലേക്ക്. ഓക്കെ, F12 നോക്കൂ, F12 എന്ന് പറയുമ്പോൾ എവിടുന്ന് എവിടത്തേക്കാണ്? F12 എന്ന് പറയുമ്പോൾ Q1 നിന്ന് Q2ലേക്ക്, നേരെ റിവേഴ്സാണ്, Q1 നിന്ന് Q2ലേക്ക്. അപ്പോൾ Q1 നിന്ന് Q2ലേക്കാകുമ്പോൾ R12 ക്യാപ്പ് ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ R12 ക്യാപ്പും കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിട്ടത് ഡയറക്ഷൻ പ്രകടിപ്പിക്കാനാണ്. അപ്പോൾ Q1 നിന്ന് Q2ലേക്ക് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, Q2 നിന്ന് Q1ലേക്ക് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡയറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ യൂണിറ്റ് വെക്ടറും കൊടുത്തു. ഓക്കെ, ഇനി ഇക്വേഷൻ 1, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത് നമുക്കറിയാം R12 ക്യാപ്പ് എന്ന് വെച്ചാലും R21 ക്യാപ്പ് എന്ന് വെച്ചാലും, അപ്പോൾ R12 ക്യാപ്പ് എന്ന് പറഞ്ഞാലും R21 ക്യാപ്പ് എന്ന് പറഞ്ഞാലും ഇത് രണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് അല്ലേ. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും 1. അപ്പോൾ രണ്ട് ഈക്വലാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും 1 ആണ്. അപ്പോൾ അത് ഈക്വലാണ്. പിന്നെ ഒന്ന് Q1 നിന്ന് Q2ലേക്ക്, മറ്റേത് Q2 നിന്ന് Q1ലേക്ക്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു യൂണിറ്റ് വെക്ടർ കാണിക്കുന്ന Q1 to Q2, മറ്റേത് കാണിക്കുന്ന Q2 to Q1. അപ്പോൾ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്, സോ മൈനസ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ യൂണിറ്റ് വെക്ടറും എവരി യൂണിറ്റ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ R12 ക്യാപ്പ് എന്ന് പറയുമ്പോൾ മൈനസ് R21 ക്യാപ്പ്. ഇതിൻ്റെ മീനിങ് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, ഈ F12 ഈ സെക്കൻഡ് ഇക്വേഷൻ എന്താവും? 1/4πε0 Q1 Q2 R². പിന്നെ ഉള്ളത് R12 ക്യാപ്പ്. R12 ക്യാപ്പിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക.
R12 ക്യാപ്പിന് പകരം മൈനസ് R21 ക്യാപ്പ്. ഇക്വേഷൻ നമ്പർ 3. R12 ക്യാപ്പിൻ്റെ സ്ഥാനത്ത് മൈനസ് R21 ക്യാപ്പ്. അപ്പോൾ നമ്മൾ ഫ്രം ഇക്വേഷൻസ് 1 ആൻഡ് 3, 1ഉം 3ഉം നോക്കിയേ, ഇക്വേഷൻസ് 1ഉം 3ഉം. അപ്പോൾ ഇതിൽ 3യിലുള്ളത് F12, ലെഫ്റ്റ് സൈഡിൽ F12 ഈക്വൽ ടു ഈ നെഗറ്റീവ് ഒഴികെ ബാക്കിയുള്ള സംഭവങ്ങൾ, നെഗറ്റീവ് ഒഴികെ ബാക്കിയുള്ള സംഭവങ്ങൾ. ഇവിടെ R21 ഗ്യാപ്പാണ്. R21 ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ സാധനം F21 ആണ്. അതിൻ്റെ കൂടെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ ഇത് F21 ആണ്, അതിൻ്റെ കൂടെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ മൈനസ് F21 ആയി. ഇത് F21 ഈ സംഭവം, അതിൻ്റെ കൂടെ ഒരു മൈനസും. അപ്പോൾ F12 ഈക്വൽ ടു മൈനസ് F21. അപ്പോൾ വെക്ടർ ഫോമിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് രണ്ട് ഈക്വലാ. എന്ത് ഈക്വലാ? മാഗ്നിറ്റ്യൂഡ് ഈക്വലാ. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. ഇത് 10 ന്യൂട്ടൺ ആണെങ്കിൽ അതും 10 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈക്വലാ. ഈ നെഗറ്റീവിന് ഒരു മീനിങ്ങേ ഉള്ളൂ. നെഗറ്റീവിൻ്റെ ആകെയുള്ള മീനിങ് ദേ ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് നെഗറ്റീവിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ഈ ഫോഴ്സ് ആക്ഷൻ, ഈ ഫോഴ്സ് റിയാക്ഷൻ. അപ്പോൾ ആക്ഷൻ്റെയും റിയാക്ഷൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ, ബട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. സോ നമുക്ക് ഒരേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഈ ഫോഴ്സ് ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ.